ഹരേ കൃഷ്ണ. ഇന്നിപ്പോൾ നവരാത്രി 3-ാം ദിനാണല്ലോ. അപ്പോൾ ആദിപരാശക്തി ദേവിയുടെ, പാർവതി ദേവിയുടെ, ആ മഹാദുർഗയുടെ 3-ാമത്തെ ഒരു രൂപം ആണ് ഇന്ന്. ചന്ദ്രഘണ്ഠ ദേവിയാണ് ഇന്നത്തെ രൂപം. അത് ശരിക്കും മനഃശാന്തിയും സ്വസ്തി അഭിവൃദ്ധിയും ഒക്കെയാണ് ആ ദേവി നമുക്ക് പ്രദാനം ചെയ്യുക. നവരാത്രി ദിവസങ്ങളിൽ 3-ാമത്തെ ദിവസമാണ് ആരാധിക്കുന്നത്. അത് ഈ ചന്ദ്രഘണ്ഠ എന്നുള്ള പേര് വരാനുള്ള കാരണം ചന്ദ്രൻ്റെ, അതായത് തിരുനെറ്റിയിൽ, ദേവിയുടെ തിരുനെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയാണ്. അപ്പോൾ ആ ഒരു മണിയുടെ ആകൃതിയിലുള്ള ചന്ദ്രക്കല ഉള്ളതിനാലാണ് ദേവിക്ക് ചന്ദ്രഘണ്ഠ എന്ന പേര് കിട്ടിയത്. ശത്രുക്കളോട് മത്സരിക്കാൻ ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ദേവിയുടെ രൂപം സ്വർണ്ണ നിറമുള്ള ദേവിയാണ്, ഇരിക്കുന്ന രൂപമാണ്. അപ്പോൾ 3-ാമത്തെ ദിവസമായ ഇന്ന് ചന്ദ്രഘണ്ഠ ദേവി ഇരിക്കുന്ന രൂപത്തിലാണ്. 10 കൈകളോട് കൂടിയ ആളാണ്. ഓരോ കരത്തിലും താമര ഉണ്ട്, ധനുസ്സുണ്ട്, ഖഡ്ഗുണ്ട്, ഗദയുണ്ട്, ശൂലമുണ്ട്, കമണ്ഡലുമുണ്ട്. അതായത് ആ ബ്രഹ്മചാരിണി ദേവിയുടെ അതുമുണ്ട്. കമണ്ഡലുമൊക്കെ കയ്യിലുള്ള രൂപത്തിലാണ് കാണപ്പെടുന്നത്. ദേവിക്ക് 3 തൃക്കണ്ണുകളുണ്ട്. അപ്പം അത് ആ ഏത് ദിശയിൽ നിന്നുള്ള തിന്മയെയും എതിരിടാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും ജാഗരൂകയായിട്ടിരിക്കുന്ന ദേവിയാണ് ഈ 3-ാം ദിവസം. ഇത്ര ശക്തിയുള്ള ചന്ദ്രഘണ്ഠ ദേവി ആ ഭാവത്തെ ആരാധിക്കാൻ ഏറ്റവും നല്ല ഒരു സമയം തന്നെയാണ്. കാരണം നല്ല ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ്. അപ്പം അത് നമ്മളിപ്പോൾ ഏതായാലും 9 ദിവസവും ആരാധിക്കുമല്ലോ. അപ്പോൾ അതിന് ഇന്നത്തെ ദിവസത്തെ ഇതാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പിന്നെ ചന്ദ്രഘണ്ഠ ദേവിക്കുള്ള ഒരു മന്ത്രമുണ്ട്. അത് ഇങ്ങനെയാണ്: പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്രകരുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഘണ്ഠേതി വിശ്രുത. ഇതാണ് ആ മന്ത്രം. ഇത് ഒരു 7 പ്രാവശ്യം രാവിലെ ജപിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, കാര്യസാധ്യം ആണ്. പിന്നെ ശത്രുദോഷങ്ങളൊക്കെ ശമിക്കും, എല്ലാറ്റിനും പുണ്യമാണ്. അപ്പോൾ അതൊന്ന് ജപിക്കാൻ തയ്യാറാവുക എല്ലാവരും. ദേവിയുടെ ഈ മഹാമന്ത്രം ഒന്ന് ചൊല്ലിക്കോളൂ കേട്ടോ. ഞാനതിൽ എഴുതിയിടാം. അപ്പോൾ അത് നോക്കിയിട്ട് കുറേ ഭക്തർ പറഞ്ഞു അതൊന്ന് എഴുതിയിടാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഞാനത് എഴുതിയിടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അമ്മേ ദേവി കാത്തോളണേ.